ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KTU ബീറ്റ കെമിസ്ട്രി ചാപ്റ്റർ 4-ലെ വാട്ടർ ടെക്നോളജി, ഡിസോൾഡ് ഓക്സിജൻ, BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആൻഡ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ വാട്ട് ഈസ് ഡിസോൾഡ് ഓക്സിജൻ, DO? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ ഫ്രീ ഓക്സിജൻ ആണ് ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. സോ ഡിസോൾഡ് ഓക്സിജൻ ഈസ് ഡിഫൈൻഡ് ആസ് ഫ്രീ ഓക്സിജൻ പ്രസന്റ് ഇൻ വാട്ടർ ഓർ എനി അതർ ലിക്വിഡ്. ഫ്രീ ഓക്സിജൻ എത്രയുണ്ടോ അതിനെ നമ്മൾ ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാരാമീറ്റർ യൂസ്ഡ് ടു അസസ് വാട്ടർ ക്വാളിറ്റി. ഇപ്പോൾ ലോ ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് ആണെങ്കിൽ അത് അക്വാട്ടിക് ലൈഫിനൊക്കെ ഹാം ആയിരിക്കും അല്ലേ. സോ വാട്ടർ ക്വാളിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ എപ്പോഴും കൂടുതലുള്ള വാട്ടർ ആയിരിക്കും കൂടുതൽ നല്ല വാട്ടർ. ഇനി ഡിസോൾഡ് ഓക്സിജൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്ന് ടെമ്പറേച്ചർ ആണ്. ഡിസോൾഡ് ഓക്സിജൻ വേരീസ് വിത്ത് വാട്ടർ ടെമ്പറേച്ചർ. പ്യുവർ വാട്ടർ ആയിട്ട് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡിസോൾഡ് ഓക്സിജൻ 7.8 പാർട്സ് പെർ മില്യൺ ആണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിലുള്ളത് 9.2 പാർട്സ് പെർ മില്യൺ ആണ്. അപ്പോൾ നമുക്ക് എന്ന് മനസ്സിലാവും, കുറച്ചുകൂടി കോൾഡ് ആയിട്ടുള്ള വാട്ടറിലാണ് ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കൂടുതൽ. അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഡിസോൾഡ് ഓക്സിജനും കൂടും. ഇനി ഡിസോൾഡ് ഓക്സിജൻ ഇൻ വാട്ടർ gets affected by presence of oxidizable impurities of pollutants like starch, cellulose, etc. ഓക്സിഡൈസബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് കുറയും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും പൊല്യൂട്ടൻസ് ഉണ്ടെങ്കിൽ ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ടും കുറയും. അതുപോലെ തന്നെ ഡിസോൾഡ് ഓക്സിജൻ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ചും വ്യത്യാസം വരുന്നുണ്ട്. ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ ലെസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, അതുകൊണ്ട് തന്നെ ഡിസോൾഡ് ഓക്സിജനും കുറവാണ്. അതുകൊണ്ടാണ് ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്നവർക്ക് നോസിയ പോലെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം അവിടെ പ്രഷർ കൂടുതലാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്, അതുകൊണ്ട് ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ടും കുറവായിരിക്കും. അടുത്തത് ബയോളജിക്കൽ ഡിസോൾഡ് ഓക്സിജൻ ഓർ BOD. ബയോളജിക്കൽ ഡിസോൾഡ് ഓക്സിജൻ അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. BOD ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ required for complete oxidation of biologically active organic matter under aerobic conditions by bacteria. അപ്പോൾ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് വാട്ടറിലുള്ള ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ബയോളജിക്കലി നമ്മുടെ വാട്ടറിലുള്ള ബയോളജിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഓക്സിജന്റെ എമൗണ്ട് ആണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് മൈക്രോ ഓർഗാനിസം ഉപയോഗിച്ചിട്ടാണ്. 20 ഡിഗ്രി സെൽഷ്യസിൽ പീരീഡ് ഓഫ് 5 ഡേയ്സിൽ നമ്മൾ ഈ വാട്ടർ കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 3 ഡേയ്സ്. അപ്പം അതിനുശേഷം നമ്മൾ ഈ വാട്ടർ എടുക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം, അതിനകത്തുള്ള ഡിസോൾഡ് ഓക്സിജന്റെ എമൗണ്ട് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ 5 ഡേയ്സിലേക്ക് കീപ്പ് ചെയ്യുന്നു. ദെൻ വീണ്ടും എടുത്തിട്ട് ഡിസോൾഡ് ഓക്സിജൻ നോക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഡിസോൾഡ് ഓക്സിജനും പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഡിസോൾഡ് ഓക്സിജനും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? വാട്ടറിലുള്ള ബയോളജിക്കലി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസുകളെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ ബയോളജിക്കൽ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസുകൾ ഒരുപാടുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള ഓക്സിജന്റെ എമൗണ്ട് കുറവായിരിക്കും അല്ലേ. കാരണം എല്ലാത്തിനെയും ഓക്സിഡൈസ് ചെയ്ത് നമ്മുടെ വാട്ടറിലെ ഓക്സിജനും കുറഞ്ഞിട്ടുണ്ടാവും. ഇനി ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ നമ്മുടെ വാട്ടറിൽ വളരെ കുറവാണെങ്കിൽ അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ കുറച്ച് ഓക്സിജൻ മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ BOD കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ BOD നോക്കിയിട്ട് നമുക്ക് വാട്ടർ പ്യുവർ ആണോ, എത്രത്തോളം പ്യുവർ ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് BOD, ലാർജർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഗ്രേറ്റർ വിൽ ബി BOD. വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ടും കൂടുതലായിരിക്കും, അതുകൊണ്ട് BODയും കൂടുതലായിരിക്കും. ഇനി ലാർജർ ദ BOD കൂടുതലാണെങ്കിൽ വെള്ളം എങ്ങനെയായിരിക്കും, പൊല്യൂഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വെള്ളം അത്ര പ്യുവർ ആയിരിക്കില്ല. ഇനി BOD ഹെൽപ്സ് ഫോർ ഫൈൻഡിങ് ഡിഗ്രി ഓഫ് പൊല്യൂഷൻ. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഫോർ പൊല്യൂഷൻ സ്റ്റഡി. അപ്പോൾ വാട്ടർ വലിയ രീതിയിൽ പൊല്യൂട്ടഡ് ആണെങ്കിൽ BOD കൂടുതലായിരിക്കും, വാട്ടറിന്റെ പൊല്യൂഷൻ കുറവാണെങ്കിൽ BOD കുറവായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഡിസോൾഡ് ഓക്സിജനും BOD രണ്ട് രീതിയിലാണ്. അടുത്തത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. മുമ്പത്തെ BOD ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണെങ്കിൽ ഇത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. അപ്പോൾ എന്തായിരിക്കും തമ്മിലുള്ള വ്യത്യാസം? ഒരു സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ വാട്ടറിലുള്ള ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആയിരുന്നു BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇനി
അപ്പോൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടറിലുള്ള ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമല്ല, കെമിക്കലി ഓക്സിഡൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കൂടി ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ട ഓക്സിജന്റെ എമൗണ്ട് ആണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിഡൈസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ബയോളജിക്കലി ഓക്സിഡൈസബിൾ ആൻഡ് കെമിക്കലി ഓക്സിഡൈസബിൾ സബ്സ്റ്റൻസിനെയാണ്. ഓക്കെ, ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ complete oxidation of biologically active and biologically inert materials present in sewage water using strong oxidizing agents like acidified potassium dichromate for a period of 3 hours. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്ത് നോക്കുകയാണ് എത്രത്തോളം ഓക്സിജൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കെമിക്കൽ ഓക്സിഡേഷന് വേണ്ടിയിട്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കെമിക്കലി ആണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിഡേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും കെമിക്കൽ ഓക്സിഡൈസിങ് ഏജന്റ് തന്നെ വേണം. ഇപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പോലെയുള്ള ആസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പോലെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് നടത്താവുന്നതാണ്. അപ്പോൾ BOD 3 ഡേയ്സ് അല്ലെ 5 ഡേയ്സ് വേണമായിരുന്നു, പക്ഷേ CODക്ക് 3 hours മാത്രം മതി ഈ ഒരു പ്രോസസ്സ് നടത്താൻ. അപ്പോൾ BOD ആയിരിക്കോ COD ആയിരിക്കോ വലുത്? BODയേക്കാളും വലുതായിരിക്കും എപ്പോഴും COD അല്ലേ? കാരണം എന്താണ്? വാട്ടറിലുള്ള ബയോളജിക്കലി ഓക്സിഡൈസബിൾ മെറ്റീരിയൽസിനെ മാത്രമേ BODയിൽ ഓക്സിഡൈസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ CODയിൽ എങ്ങനെയാ? ബോത്ത് ബയോളജിക്കലി ആക്റ്റീവ് ആൻഡ് കെമിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ഓക്സിഡേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആയിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ. സോ ഓൺലി ലെസ് ടൈം ഈസ് റിക്വയർഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് COD. നമുക്കറിയാം 3 മണിക്കൂർ മതി. COD ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ BOD സിൻസ് ഇറ്റ് കോസസ് ഓക്സിഡേഷൻ ഓഫ് ബോത്ത് biologically active and biologically inert material. Okay, so that's about dissolved oxygen, biological oxygen demand and chemical oxygen demand.